നമ്മുടെ പേര് 4 പേരുടെയെങ്കിലും മനസ്സിലുണ്ടാകുന്നില്ല, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യണം. മാഷിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അദ്ദേഹം ചെയ്ത് വെച്ചിട്ട് പോയതുകൊണ്ടാണല്ലോ. അപ്പം ആ കഴിവ് അത് വേറെ കഴിവ്. ഞാനിങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ശരി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനസ്സായിരുന്നു, എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ആലോചിച്ച് മാഷിനൊരു സ്മാരകമായിക്കോട്ടെ, മാഷിനോ ഇല്ല, മാഷിൻ്റെ പേരെന്നും അവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും ഇന്നും ഉണ്ടാവുന്നുള്ള രീതിയിൽ വെച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു മണ്ഡപം കെട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അവർ അടച്ചിടും. പിന്നെ നടന്നാലായി നടന്നില്ലെങ്കിലായി എങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ അതൊരു ഒരു വർത്തുള്ളതായി തോന്നിയില്ല. അപ്പോഴാണ് ഒരു സീനിയർ സിറ്റിസൺ ഫോം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടുന്നത്. അതാകുമ്പോൾ ശരി നമുക്ക് ഉപയോഗമാകും, പ്രയോജനപ്പെടും കുറേ പേർക്ക്, ഇന്ന് അല്ലെങ്കിൽ പിന്നെ നാളെയും പ്രയോജനമാകും എല്ലാവർക്കും. അങ്ങനെയാണ് പാലക്കാട് കോങ്ങാട് എന്നുള്ള സ്ഥലത്ത് വളരെ കുറച്ച് ചെറിയ രീതിയിലാണ്, കുറച്ച് ഒരു 50 സെൻറ്റ് സ്ഥലം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ആ സ്ഥലത്ത് ഒരു ആനന്ദഭവനം എന്നാണ് പേര്. ഇതിനും കഥയുണ്ട്. ആനന്ദഭവനം ഞാനും രവീന്ദ്രൻ മാഷും കൂടി ചേർന്ന് വെച്ച പേരാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് ഈ ഇപ്പം നടപ്പാക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.